സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോറോ. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. പുതിയ ഗെയിമാണെന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി പഴയതാണ്. സോ ഈ ഗെയിമിൻ്റെ പേരാണ് 911 Cannibal. അപ്പോൾ ഗൈസ്, ഈ ഗെയിം നമ്മളൊരു ഹൊറർ ഗെയിമാണ്. ഇതൊരു സൈക്കോ കില്ലറിൻ്റെ ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഗെയിം പ്ലേ കളിക്കാനായിട്ട് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കളിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമ്മുടെ ഈ വീഡിയോയുടെ ടാർഗറ്റ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 15 ലൈക്കാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ 10 ലൈക്ക് എനിക്ക് തന്നു, വളരെ സന്തോഷം. പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ 10 ലൈക്ക് തന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് പറഞ്ഞ് താമസിക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അങ്ങനെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം പ്ലേയുടെ ഇൻട്രോ. അപ്പോൾ ഗൈസ്, ടാപ്പ് ടു കണ്ടിന്യൂ കൊടുക്കാം. സോ ഇതിനകത്ത് കേസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. Sir, I understand that you're worried. The fuck you understand? It's been a week! A week! What the hell you are doing there? Only boy! സോ ഈ കേസിൻ്റെ ബുക്കാണെന്ന് തോന്നുന്നു. എന്താ എഴുതിയേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്താ എഴുതിയേക്കുന്നത്? മിസ്സിങ് ഗൈസ്, ഇതൊരു കേസിൻ്റെ റിപ്പോർട്ടാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, ഇത് ഒരുപാടുണ്ട്. ഞാൻ ഇത് വായിച്ചു നോക്കിയിട്ട് എന്താണ് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ അകത്ത് ഞാൻ ഓർത്തത്, സോ ഇതിനകത്ത് കടത്തിക്കൊണ്ട് വന്നത് നമ്മളെയാണ്. അതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് നമ്മളാണ് കടത്തിക്കൊണ്ട് വന്നത്. ഞാൻ ആദ്യം ഓർത്ത് കേസ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതിൽ ഡിറ്റക്റ്റീവ് അല്ലേ ആയിരിക്കുന്നു. സോ അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അത് ഗൈസ്, നമ്മൾ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിം. അപ്പം ഇതിനകത്ത് ഗൈസ്, ഇതാണ് ഗെയിം. നമ്മൾ ഇതിനകത്തൊരു സെല്ലിനകത്താണ് കിടക്കുന്നത്. സോ നമ്മൾ ജയിലിനകത്താണ് ഗൈസ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ളത് ഗൈസ്, ഇതിനകത്ത് ഹിന്ദി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഹിന്ദി നമുക്ക് വേണ്ട ഗൈസ്. നമ്മളൊരു പ്രോ പ്ലെയറാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഹിന്ദി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഇച്ചിരി ബ്ലഡ് കിടപ്പുണ്ട്. സോ അത് വിഷയമാക്കണ്ട. സോ ഇതിൻ്റെ അകത്ത് ഇനി എന്താ ചെയ്യണ്ടേ? തുറക്കാൻ പറ്റുമോ? സോ ഇത് ലോക്കാണ് ഗൈസ്. ഇതിൻ്റെ ലോക്ക് നമ്മൾ പൊട്ടിക്കണം. അതിന് എങ്ങനെ പൊട്ടിക്കും? സോ ഇവിടെ വല്ലതും ഉണ്ടോ? നമുക്ക് ക്രൗച്ച് ചെയ്യാൻ പറ്റും, അത് ഇരിക്കാനൊക്കെ പറ്റും. ഇതെന്തോന്ന്? അതൊരു ബോക്സാണ് ഗൈസ്, അതൊരു ബോക്സാണ്. അപ്പോൾ അത് ലോക്കാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇനി? ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പുറത്തിറക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ഒരു പലകയുണ്ട്. ഇനി പലക എടുക്കാൻ പറ്റുമോ? സോ പലക എടുക്കാൻ പറ്റത്തില്ല. വേറെ ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ ഒരു ജനലുണ്ട്, അത് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പൂട്ടുണ്ട്, ഈ പൂട്ട് തുറക്കണം. അത് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സോ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, എടുക്കാൻ പറ്റുമോ? നോ. ഇവിടെ ഒരു കുപ്പിയുണ്ട്, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യണ്ടേ? ഇവിടെ അടിയിൽ കല്ലെങ്ങാണ്ടുണ്ട്, അത് എടുക്കാൻ പറ്റത്തില്ല. സോ കഥക ഉറക്കാനും പറ്റത്തില്ല. സോ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് എടുക്കാൻ പറ്റുമോ? സോ ആ ബോക്സ് എടുക്കാം. പ്ലാങ്കാരത്ത് സോ ഗൈസ്, നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. സോ പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിച്ചു ഗൈസ്, അത് നമ്മൾ പൊട്ടിച്ചു. സോ അത് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. ക്രൗച്ച് ചെയ്യാൻ, ഇരിക്കാൻ പറ്റും. സോ അതും പൊട്ടിച്ചു. അയ്യോ. സോ അതിനകത്ത് എന്താ ഇരിപ്പുണ്ടല്ലോ, അതെന്താ? ലോക്ക് പിക്കോ. ഗൈസ്, എനിക്ക് ലോക്ക് പിക്ക് കിട്ടി. ലോക്ക് പിക്ക് എന്ന് വെച്ചാൽ അറിയാം, നമുക്ക് തുറക്കാൻ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആയിരിക്കും, ഈ ബോക്സിൻ്റെ ആയിരിക്കും ലോക്ക് പിക്ക്. നോക്കട്ടെ. സോ അതിൻ്റെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലോക്ക് പിക്ക്. അപ്പോൾ നമുക്ക് തുറക്കാം. അയ്യോ. ഗൈസ്, അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇതിൻ്റെ ഒരു കില്ലർ എന്ന് പറയുന്നൊരു പന്നിയാണ്. പന്നി ഇട്ട ഒരു മുഖംമൂടിയാണ് ഇതിൻ്റെ കില്ലർ. ഇതൊന്ന് സൂക്ഷിച്ചും കണ്ടത്. ഓക്കെ ഗൈസ്, ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വരുവാണ് എല്ലാം അതേപോലെ വച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ നമ്മൾ പിടിയും. പൂട്ടെടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ അടച്ചിടാൻ പറ്റുമോ? സോ അടച്ചിടാൻ പറ്റും. ഇനിയിപ്പോൾ പൂട്ടിടാൻ പറ്റുമോ? എന്തോ റിയലിസ്റ്റിക്കാടാ. ഗെയിം കണ്ടുപിടിച്ചാൽ സമ്മതിക്കണം. സോ ഗൈസ്, തുറന്നിടാം. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവൻ വരുവാണെ എങ്ങനെ ഇട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കണം. സോ നമുക്കിവിടെ എല്ലാം എടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഷെൽഫുള്ള ഒരു കുപ്പിയുണ്ട്, കുപ്പി എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ബോളുണ്ട്. സോ ഒരു ബാസ്ക്കറ്റ് ബോളാണെന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റത്തില്ല. ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വല്ല എടുക്കാൻ പറ്റുമോ? നോ, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ ഒന്നും ഇല്ല എടുക്കാനായിട്ട്. ഇനി എന്താ ഗൈസ്, ഇതൊരു മഞ്ഞുള്ള കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കീ എടുത്തത്. ഇനി എന്താ ഇവിടെ ചെയ്യാനുള്ളത്? ഇതെന്ത് സാധനം? യൂസ്ലെസ് ഡ്രോയിങ് എന്ത് സാധനം? സോ യൂസ്ലെസ് ഒരു ഡ്രോയിങ്ങാണ്. ഇവിടെ ഒരു മെഴുകുതിരിയുണ്ട്, ഇതെല്ലാം യൂസ്ലെസ് ഡ്രോയിങ്ങാണ്. സോ ഇവിടെ ഒരു ആസിഡുണ്ട്, ഇതെന്ത് സാധനം?
ഇതൊരു ആസിഡാണ് ഗൈസ്. അപ്പം ഉണ്ടല്ലോ. സോ എനിക്കിത് കളിക്കുമ്പോൾ പേടിയാകുന്നുണ്ട് എന്നർത്ഥം. ഈ ഹൊറർ ഗെയിം കളിക്കുമ്പോൾ ചെറിയ പേടിയൊക്കെയാണ്. സോ എനിക്കിത് തുറക്കുമ്പോൾ ഇതിൽ പൊട്ടി വല്ലതും വീഴുവോടെ പറയാൻ പറ്റത്തില്ല ഗൈസ്. ചിലപ്പോൾ തുറന്നു കഴിയുമ്പോൾ ഇതിൽ പൊട്ടി വീണെങ്കിലേ ഇതിൻ്റെ ഒച്ച കേട്ടാൻ വന്നെങ്കിലോ. നമ്മളെപ്പോഴും ബുദ്ധി യൂസ് ചെയ്തൊരു ഗെയിം കളിക്കണം ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അതേപോലെ വച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് കയറിയിരിക്കേണ്ടത്. അപ്പം തുറന്നു കഴിഞ്ഞാൽ ഇത് ഒച്ച കേൾക്കുമോ ഗൈസ്? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്തില്ല, ഒന്നും മാറ്റില്ലല്ലോ, തുറക്കാം. അയ്യോ, ഓ ഇല്ല, അത് പൊട്ടിയില്ല. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അയ്യോ, താക്കോൽ ഇതിനകത്ത് വീണല്ലോ. ഹെയർ ആൻഡ് ഓ ഗൈസ്, ഇത് നമ്മൾ വെറും കൈയോടെ എൻ്റെ കൈയിടാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും കയ്യിൽ വല്ലതും വേണം. ഇതിന് കമ്പിയോ വല്ലതും കിട്ടുകൊടുക്കാനായിട്ട്. ഇവിടെ ഒരു അണ്ട ഇരിപ്പുണ്ട്. ഈ അണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. സോ ഇത് എങ്ങനെ ഇട്ടാൽ അതേപോലെ വെച്ചേക്കാം, അടച്ചു വെച്ചേക്കാം. അണ്ട ഇടക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതെന്തോ പക്കറ്റോ? സോ ഇവിടെ ഒരു ഇതുണ്ട്. ഇതെന്തോന്ന്? അയ്യോ, പൊട്ടം കേട്ടില്ലെന്ന് തോന്നുന്നു, ഒച്ച കേട്ടില്ലെന്ന് തോന്നുന്നു. സോ ഇവിടെ ഒരു ഗ്യാസ് ഇരിപ്പുണ്ട്. എനിക്കെന്തോ ഒരു വെട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എന്തൊരു ഒച്ച കേൾക്കുന്നുണ്ട്. അത് തുറക്കാൻ പറ്റും. അതല്ല. സോ ഇതിൻ്റെ അകത്ത് തന്നെ ഗൈസ് ഇതൊരു ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പർ എൻ്റെ പൊന്നാണ്. എനിക്ക് ഇത് വായിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മടിയാണ്. ഇതെന്തെന്ന് പറയുന്നത് ഞാൻ വായിച്ചു നോക്കട്ടെ. സോ ഗൈസ്, ഇതൊരു ചിൽഡ്രൻ ഒരു കൊച്ചു മിസ്സായതിൻ്റെ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയല്ല, ഒരു ന്യൂസാണ് ഗൈസ്. അപ്പം ചിൽഡ്രനായിരുന്നു സ്റ്റിൽ മിസ്സായിപ്പോൾ ചിൽഡ്രൻ. സോ എനിക്കതിൽ യൂസ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കാൻ പോകണം. അടച്ചു വെച്ചേക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിനകത്തൊന്നുമില്ല. സോ അതൊരു കൊച്ചു മിസ്സായതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. സോ നമുക്കൊരു കത്രിക കിട്ടി, കത്രിക കിട്ടി. സോ ഈ കത്രിക വെച്ചിട്ട് എന്ത് ഉപയോഗം എനിക്ക് അറിഞ്ഞൂടാ. സോ ഇനി എന്താ ഇവിടെ ചെയ്യാനുള്ളത്? ഈ പലകയിൽ എടുക്കാൻ പറ്റുമോ? സോ പലകൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വല്ലതും ഉണ്ട്. ഇവിടെ ഒരു അണ്ടാവുണ്ട്. ഓ, ഇവിടെ ഒരു ലോക്കർ ഉണ്ടല്ലോ. ഓ, ഇത് ലോക്കാന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? സോ വലിയ കാര്യമെന്ന് എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് തന്നെ വേണം. സോ ഇവിടെ ഒരു പൈപ്പുണ്ട്. അത് നനക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ കുറേ കുപ്പി ഇരിപ്പുണ്ട്. ഞാൻ എന്താ ചെയ്യണം? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇതിരിപ്പുണ്ട്. പലക എടുക്കാൻ പറ്റുമോ? ഇല്ല, പലക എടുക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ലല്ലോ ഗൈസ്, ഒന്നുമില്ല ഇവിടെ. ഗൈസ് ഇവിടെ എന്താ ഉണ്ടല്ലോ, ഇതെന്താ അത്? സോ ഗൈസ്, നമുക്ക് ഗ്ലൗസ് കിട്ടി. സോ ഇതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും കൈയോടെ കൈ ഇടാൻ പറ്റത്തില്ല. അത് ആസിഡാണ്, അപ്പോൾ കൈ പൊള്ളും. അപ്പോൾ അത് ഗ്ലൗസ് ഇല്ല. അപ്പോൾ നമുക്ക് ഗ്ലൗസ് കിട്ടി. അപ്പോൾ ഈ ഗ്ലൗസ് കിട്ടി നമുക്ക് അതിനകത്ത് നിന്ന്. സോ ഗൈസ്, നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ കീയാ? ഇതിൻ്റെ കീയാണോ? അത് അതിൻ്റെ കീ അല്ല. അപ്പോൾ ഇതെന്തിൻ്റെ കീ? ഗൈസ്, ഇതിൻ്റെ കീ ആയിരിക്കും. സോ അതിനെ തന്നെ ഉള്ളേ. ഓ, അതിൻ്റെ തന്നെ ഉള്ളേ. എടുക്കാൻ പറ്റുന്നില്ല. മെറ്റൽ. സോ ഗൈസ്, എന്തോ മുറിക്കുന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൽ ആക്സോബേർഡ് പോലത്തെ സാധനമാണ് കിട്ടിയേക്കുന്നത്. ഇത് വെച്ച് എന്തോ മുറിക്കാനാ? ഇവിടെ വല്ലതും ഉണ്ടോ? തുറക്കാൻ പറ്റുമോ? കത്രി വെച്ച് തുറക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്ത് സാധനം? നമ്മൾ ലോക്ക് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണ്. സോ ഗൈസ്, നമുക്ക് ലോക്ക് എടുക്കാം. സോ ഗൈസ്, അയ്യോ ഗൈസ്, അങ്ങോട്ട് ഗൈസ്, Hope he hasn't noticed that I left. I hope he hasn't noticed. ഗൈസ്, അയ്യോ, നമ്മളൊന്നും മാറ്റിയില്ലല്ലോ. എല്ലാം അതുപോലെ അല്ലേ ഇരിക്കുന്നേ? കില്ലർ വരുന്നുണ്ട്.
ഗൈസ് വന്നു. സോ ഗൈസ് വെയിറ്റ് സെക്കൻഡ്, സംതിങ് ഈസ് റോങ് ഹിയർ. ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിത്തിങ് ടാറ്റ ബൈ. ഞാൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല, സീനില്ല. സോ ഗൈസ് അവൻ പോയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സോ ഗൈസ് മെറ്റലിൻ്റെ വീസായിരുന്നു, അത് കണ്ട കിടപ്പുണ്ട്. സോ ഇനിയൊന്നും വീഴത്തില്ല തോന്നുന്നു. തുറക്കും. ഗൈസ് നമ്മൾ ജയിച്ചു ഗൈസ്. അപ്പോൾ തുറന്നിട്ടില്ല. സോ ഇവിടെ സൈക്കിളൊക്കെ ഇരിക്കുന്ന, സോ അതാണ് നമുക്ക് പോകേണ്ട റൂം. ഇവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ? സോ ഇവിടെ ഒരു ഫ്യൂസ് ഇരിപ്പുണ്ട്. ഫ്യൂസ് എന്തിനാണോ? ഗൈസ് ഫ്യൂസ് മിക്കവാറും ഇവിടെ ഇടാനുള്ളതായിരിക്കും. ഇവിടെ ഇടാനുള്ളതല്ല, പിന്നെ ഇത് ഫ്യൂസ് അവിടെ ഇടണ്ട ഞാൻ. സോ ഇവിടെ ഒരു ഏണിയുണ്ട്, ഈ ഏണി എടുക്കാൻ പറ്റുമോ? സോ ഏണി വെച്ച് വലിയ യൂസ് ചെയ്യാൻ തോന്നുന്നു. സോ ഇവിടെ എന്തോ ഒരു വാതിലുണ്ട്, ഇത് അങ്ങോട്ട് പോകുന്നതാണോ? അറിഞ്ഞൂടാ. സോ ഇനി ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇനി എന്താ ഉള്ളത്? സോ ഇവിടെ എന്തോ ഒരു കറുത്ത പാടുണ്ട്, അതെന്തോ ആണോ? സോ ഇവിടെ വല്ലതും ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അല്ല, ഞാനിനി ചെയ്യണ്ടേ? ഇവിടെ വേറെന്താ ഉള്ളത്? സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, തുറക്കാൻ പറ്റത്തില്ല. സോ ഇതെന്നതാ? പ്രസ്റ്റീജ്. സോ കൈസ് ഇത് തിരിക്കാൻ പറ്റുന്നില്ല. ഇത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണോ? അതെ, ഇത് തുരുമ്പ് പിടിച്ചിരിക്കുക കൈസ്. അപ്പം ഇതിൻ്റെ തന്നെ ഉള്ളതിന് കുറേ തീയത് തുറന്നിട്ട് തന്നെ കിട്ടണ്ടേ. അപ്പം ഇത് തുറക്കണമെങ്കിൽ ഒന്നെങ്കിൽ എണ്ണ വേണം, അല്ലെങ്കിൽ ഗ്രീസ് വേണം. സോ അതെന്തോന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഒരു ചെയറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, എന്നാൽ തുറക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ വേറെ എന്നാ ഉള്ളത്? ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തേലും. സോ ഇവിടെ വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ കത്രികയുണ്ട്, അതെന്തിനാണ്? ഇവിടെ ഒരു സാധനം ഉള്ളത്, എന്തിനാ? കീ വേണമെന്നോ? അതിനെന്ത് കീ വേണ്ടേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി എന്താ ചെയ്യാനുള്ളത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ഇനി വേറെ വല്ല എന്തെങ്കിലും ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഗൈസ്. ഇത് നോക്കി ഞാൻ Shit. It's coming here. പണ്ടാറാണ് അവിടെ തൊട്ടാൽ ശനിയാണല്ലോ. അടക്കി പൂട്ട് അവിടെ അടങ്ങിയിരുന്നു. അവൻ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഗൈസ്. എന്ത് കഷ്ടമാണ്, എവിടെ തൊട്ടാലും ഷോക്കാണല്ലോടാ. അവൻ വന്നിട്ടുണ്ട്. അണ്ണ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ പേടിക്കണ്ട, നീ പൊക്കോ. ടാറ്റ, പോ. എല്ലാം ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്, നീ പൊക്കോ ടാറ്റ. സോ ഗൈസ് അവൻ പോയിട്ടുണ്ട്. അവിടെയാണ് അത് തുറക്കലെന്ന് പറയുന്നത്, കൈ വെച്ച് തുറക്കാനെന്ന് പറയുന്നത്. അവിടെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യണം. സോ ഇവിടെ എന്തോ ഗ്ലൗസ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, കണ്ടോ? ഇത് കൈ വെച്ച് തുറക്കാൻ പറ്റത്തില്ലാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഇവിടെ എന്തൊരു സ്പെഷ്യൽ കീ വേണമെന്നാണ് പറയുന്നത്. അത് എന്ത് കീ എന്ന് എനിക്കും അറിഞ്ഞൂടാ. അതിൻ്റെ അത് തന്നെ ഉള്ളേ. സോ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളേ. ഇനി ഞാൻ എന്നാ ചെയ്യണ്ടേ? അടയ്ക്കാൻ പറ്റുമോ? ഇതിനൊരു ക്ലോത്ത് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. ക്ലോത്ത് എടുക്കാനായിട്ട്. ക്ലോത്ത് എവിടെ ക്ലോത്ത്? ഈ കസാരയുടെ ഇനി ഇതെല്ലാം അടിച്ചെടുക്കണോ? ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. ക്ലോത്ത് എവിടെ? ഞാൻ ഇതുവരെ ക്ലോത്തും കൂപ്പൊന്നും കണ്ടില്ല. സ്റ്റെപ്പ് കയറിപ്പോയി അവിടെ ഒന്നുമില്ല. താഴെ വല്ലതും ഉണ്ടോ? ഇല്ല, താഴെ ഒന്നുമില്ല. ഇതെന്ന് തോന്നുന്നു, ഇത് കല്ലല്ലേ? സോ ഇതൊക്കെ കല്ലാണ്. ഞാനിവിടെ എന്ത് ചെയ്യണ്ടേ? എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഉണ്ട്. സോ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യണ്ടേ? ഇവിടെ തന്നെ ഉള്ളേ. എന്തോ വെട്ടുന്ന കൈസ്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തുടയ്ക്കണോ? കോൾഡ് സ്കൈസ്. ഇത് നമുക്ക് നനയ്ക്കണം. ഇതെങ്ങനെ ഇത് വെള്ളമല്ലേ? ബക്കറ്റ് എടുക്കുക, നമുക്ക് കഴുകാം. സോ ബക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ചെയ്യണ്ട, ഇവിടെ വെക്കണോ? വച്ചാൽ മതിയോ? വെക്കാൻ പറ്റത്തില്ല. ഇല്ല, വെക്കാൻ പറ്റുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ വരുമോ? ഇപ്പം നനഞ്ഞ് ഇനി തുടയ്ക്കാൻ പറ്റുമോ?
ഓ കൊടുത്തെടുത്തു. ആ തുറന്ന് ഞാൻ ഗൈസ്. ഇവിടെ കുറേ നമ്പർ എടുത്തിട്ടുണ്ട്. 994935272252. എന്തോന്ന് ഫോൺ നമ്പരാ ഗൈസ്. ഇതല്ല, ഇതിനകത്ത് നമുക്ക് തെളിച്ച് കാണിക്കുന്ന 3 നമ്പറുണ്ട്. 432. ഇത് മിക്കവാറും ഗൈസ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബോക്സ് ഇല്ലായിരുന്നു, അതിൻ്റെ നമ്പറായിരിക്കും. സോ നമുക്ക് നോക്കാം. അല്ല നമ്പർ എന്തുവായിരുന്നു? 432 432ആണോ? 443. Oh, it worked. യെസ് ഗൈസ്, അത് തന്നെയായിരുന്നു. നമ്മളങ്ങനെ അത് തുറന്നു. ഇത് തുറക്കാം. എൻ്റെ ഒച്ചവട്ടെല്ലാം വരുമോ? പേടിയാവുന്നതാ എനിക്ക്. സോ ഗൈസ് ഇതിനകത്തൊരു കീ ഇരിപ്പുണ്ട്. സോ അതെന്തിൻ്റെ കീ എന്ന് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ കീ? പൈസ എടുക്കാൻ പറ്റുമോ? വേണ്ട, അത്രയും ആപത്താണ് ഗൈസ്. നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ചേക്കാം. സോ ഇനി വേറെ എൻ്റെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ തീർന്നിട്ടുണ്ടോ? സോ സംതിങ് അവൻ വന്നാലും നമുക്ക് നേരെ കയറണം. അവന് ഡൗട്ട് അടിക്കുകയേ ചെയ്യില്ല. അപ്പം ഇതെന്തിൻ്റെ കീയാ? ഇത് കീ എന്നല്ലേ കൊടുത്തേക്കുന്നത്. സോ മിക്കവാറും അതിൻ്റെ കീ ആയിരിക്കും. ഇപ്പോൾ ഗൈസ് രണ്ടും കലിപ്പിച്ച് തുറക്കാൻ പോവാണ്. അവിടെ എന്തോ വെട്ടുന്നുണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ട്. സോ ഗൈസ് ഇതിൻ്റെ കീ ആണ്. നമ്മൾ തുറന്നിട്ടുണ്ട്. കണ്ടു കണ്ടില്ല. ഗൈസ് അവനെന്തോ ഒരു കത്തി. യു ഗൈസ് അവനവിടെ ഇരിപ്പുണ്ട്. അവനൊരു കൈ വെട്ടിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ കൈ വെട്ടിക്കൊണ്ടിരിക്കുക. അയ്യോ അങ്ങോട്ട് പോയി അവൻ എന്നെ അതുപോലെ വെട്ടും. നമുക്ക് ഗൈസ് ഇത് തുറക്കാൻ പറ്റുമോ? സോ ലോക്കാണ്. എൻ്റെ ഗൈസ് ഇവിടെ ഒരു കീ ഇരിപ്പുണ്ട്. ഇതെന്തിൻ്റെ കീ ആണോ ഗൈസ്? ഇവിടെ സോ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് അവൻ്റെ ഭാര്യ അവൻ്റെ കൊച്ചാണോ? അറിഞ്ഞൂടാ. ഇനി അവൻ്റെ അച്ഛനും അമ്മ ഇത് അവനാണോ? നമുക്ക് അറിഞ്ഞൂടാ സൈസ്. നമ്മൾ എന്തിനാണ് മറ്റവരുടെ ഫാമിലി പ്രോബ്ലം ഇടപെടുന്നത്. സോ ഇവിടെ എന്തോ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്യൂസ് ഇടാൻ പറ്റുമോ? അതെ, ഇവിടെ ഫ്യൂസ് ഇടാൻ പറ്റും ഗൈസ്. അപ്പം എനിക്ക് ഈ ഫ്യൂസിൻ്റെ താഴെ പവർ വരും. ഇല്ല ഗൈസ് അറിയാതെ പോകാം. കഥ അയ്യോ ഒച്ച കിട്ടുവാണോ? ഗൈസ് ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ കീ വേണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ആണോ ദൈവമേ? അല്ല, അതിൻ്റെ അല്ല ഗൈസ്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഇപ്പം എന്തിനാ എങ്ങോട്ട് വന്നേ? ഇപ്പം എന്തിനാ വന്നത്? ഇതല്ലേ. സോ ഗൈസ് നമ്മൾ തുറന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് കുപ്പിയോ? നമുക്ക് ഗ്രീസ് കിട്ടി. സോ ഈ ഗ്രീസ് ഞാൻ നേരത്തെ തുരുമ്പിടിച്ച അപ്പം അങ്ങോട്ട് അതിനാവശ്യമായിരിക്കും ഗൈസ്. അപ്പം സൂക്ഷിച്ചും കണ്ടും കളിച്ചോണം, അതെനിക്ക് പറയാനുള്ളൂ. ഈ സ്വിച്ച് ദൈവത്തെ ഓർത്ത് അതിന് മാത്രം ടച്ച് ചെയ്താക്കില്ല. എനിക്ക് വയ്യ ഓടാൻ. സോറി തുറന്നിട്ടുണ്ട്. പുല്ലിത് എവിടെ തൊട്ടാലും മണിയാണോ? ഓടിക്കോ 10 സെക്കൻഡ് കൂടെ. അയ്യോ പെട്ടെന്ന് എടാ പെട്ടെന്ന്. ഒന്നും ഞെട്ടില്ല, മാനിതര ഒന്നും ഞെട്ടില്ല. വന്നോ പൈസ വന്നേ. നമ്മൊന്നും അറിഞ്ഞില്ലേ. എനിക്ക് ഭയങ്കര തലവേദന. ഒന്നുമില്ല, പോയോ? സ്പേസ് തിരിച്ചു പോയി. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ വലിയ നാളിൻ്റെ ഗ്യാസ് ലീക്കാൻ നോക്കാൻ വന്നതായിരിക്കും. അങ്ങനെ പിന്നെയും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചാകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൈസ് ഇവിടെ സ്ക്രൂ ഡ്രൈവർ എങ്ങനെ നമുക്ക് കിട്ടി? ഇവിടെ ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നല്ലേ സ്ക്രൂ ഡ്രൈവർ. എന്തിനാണോ സോ ഗൈസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. സോ ഇനി മണ്ടയ്ക്കോട്ട് പോകാനാണോ? സോ ഇവിടെ വേറൊന്നും ഇല്ല. ഇതുപോലെ ഇനി ഓപ്പൺ ആവുമോ? ഗായ്സ് ഇത് തുറന്ന് അവൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ശരിയാക്കിയിട്ട് ഇവിടെ വച്ചിട്ട് പോയി. അതാണ് ഇപ്പം നടന്നത്. ഞാൻ നോക്കുമ്പോൾ തുറന്നു കിടക്കുന്നത് സ്ക്രൂ ഡ്രൈവറാണ് അതിനകത്ത് നമുക്ക് കിട്ടിയത്.
ഇപ്പോൾ ഗൈസ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി പയ്യ ഡോറും തുറന്നിട്ടെ. മച്ചാൻ അരിയുവാന്ന് തോന്നുന്നില്ലേ? പയ്യെ പുറകോട്ട് പയ്യെ പോയാൽ മതിയെ. ഒരു ഇതും വേണ്ട. ലോക്ക പെയ്യ വന്നാൽ മതി. വിളിച്ചു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? സോ ഗൈസ് ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകണം തോന്നുന്നു ഗൈസ്. ഇവിടെ എന്താ ഉള്ളത്? സോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഗൈസ്. ഇതെന്ത് തന്നെ? ഓ ഇത് സ്കൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. സ്കൂട്ടർ ഇവിടെയല്ലേ ഗൈസ്. സ്കൂട്ടർ വെച്ച് തുറക്കല്ല. എല്ലാം തുറക്ക്. ഇതിനകത്ത് കുറേ സ്വിച്ച് ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാ സ്വിച്ചൊക്കെ ഓണാക്കിയാൽ മതിയോ? പയ്യെ അവൻ ഒച്ച കേൾക്കൽ. അല്ല ഇതൊരു ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 1, ഇത് 2, ഇത് 3, 4, 5. സോ ഗൈസ് ഇനി എന്തിൻ്റെ ഓർഡറാ? ഇതിൻ്റെ കീയാന്ന് തോന്നുന്നു. സോ ഇതാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് തുറക്കാം. ഇനി എന്ത് ചെയ്യണ്ടേ? ഡോർ തുറക്കണോ? തുറക്ക്. ലോക്ക് വേണമെന്നാ. എന്ത് ചെയ്യണ്ടേ? ഇത് കീഴ്. തുറക്ക്. ഓടിക്കോ. Run and don't look back. 2B കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഗെയിം ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ എൻഡെന്നാന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 26 മിനിറ്റിനുള്ളിൽ ഗെയിം തീർത്തിട്ടുണ്ട്. സോ ഗൈസ് ഞാൻ പെട്ടെന്ന് പോയിട്ട് എനിക്ക് അറിയത്തുകൂടില്ലായിരുന്നു. ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് പെട്ടെന്ന് കഥ അങ്ങ് അടച്ചിട്ട് ഞാൻ എന്തോ നക്കിയത്. അപ്പോൾ കസാര അങ്ങ് പോയി നിന്ന്. ഗൈസ് ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വർഷം കൂടെ അവൻ്റെ കുടുങ്ങാതൊരു ഗെയിം ജയിക്കുന്നത്. സോ ഗെയിം ഇത്രയോളം തോന്നുന്നു. യു ഔട്ട് ദ ഹോം എന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സോ ഗൈസ് ഞാൻ ഗെയിം പ്ലേ വിളിച്ച് നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കളിക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ വരാം. അപ്പോൾ ഗൈസ് നമുക്ക് വേറൊരു വീഡിയോ കാണാം. അപ്പം ബൈ ഗൈസ്. ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ.